നമസ്കാരം കുമാറെ, നമ്മൾ മണ്ഡലങ്ങളിലൂടെയുള്ള പര്യടനം തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മഞ്ചേശ്വരം ചർച്ച ചെയ്തു, വട്ടിയൂർക്കാവ് ചർച്ച ചെയ്തു, നേമം ചർച്ച ചെയ്തു. ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. തിരുവനന്തപുരത്തിൻ്റെ IT ഹബ്ബായ കഴക്കൂട്ടം മണ്ഡലം. ഹൈടെക് മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പണ്ട് രാജഭരണകാലത്ത് ഈ അതായത് രാജകുടുംബങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാജഭരണവുമായി ബന്ധപ്പെട്ട കഴകങ്ങളുടെ ഒരു കൂട്ടം, അവരുടെ ഒരു ആസ്ഥാനമായിരുന്നു ഈ ഒരു പ്രദേശമെന്നാണ് ഇതിൻ്റെ ഒരു സ്ഥലനാമ പുരാണം ചരിത്രകാരന്മാർ പറയുന്നത്. ഇപ്പോൾ പുതിയ കാലത്ത് ഇത് ഒരു IT ഹബ്ബാണ്. സാങ്കേതിക തികവിൻ്റെ ഏറ്റവും വലിയ മാതൃകയായി മാറുന്ന കേരളത്തിൻ്റെ ഒരു മുഖം അത് നമുക്ക് ദൃശ്യമാകുന്നത് ഈ തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു മണ്ഡലത്തിലാണ്. ഈ മണ്ഡലത്തിലും ഇക്കുറി വാശിയേറിയ ത്രികോണ മത്സരം തന്നെയാണ് അരങ്ങേറുന്നത്. NDA ഏറ്റവും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം മണ്ഡലം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ നമ്മൾ തത്വമേ നടത്തിയ സർവേ നമ്മൾ പറഞ്ഞിരുന്നു. കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണമെങ്കിൽ കഴക്കൂട്ടം കനിയണം. കഴക്കൂട്ടത്തിൻ്റെ ഒരു മേന്മ പോലെ ഇരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ NDAക്ക് വന്നു ചേരുന്നതെന്ന് നമ്മളന്ന് തറപ്പിച്ച് പറഞ്ഞതുപോലെ തന്നെ കഴക്കൂട്ടം മണ്ഡലം കൃത്യമായി പിടിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് കോർപ്പറേഷനിൽ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഭരണത്തിലെത്താൻ സാധിച്ചത്. എന്തായാലും 2 മാസങ്ങൾക്ക് ശേഷം വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അംഗം മുറുകുമ്പോൾ കഴക്കൂട്ടം മണ്ഡലത്തെ വോട്ടർമാർ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. കുമാർ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തിൻ്റെ IT ഹബ്ബാണ് കഴക്കൂട്ടം മണ്ഡലം. വളരെയധികം പ്രത്യേകതകൾ ഉള്ള മണ്ഡലമാണ്. ഒരു സൈഡ് കടലോര പ്രദേശമാണ്. എങ്ങനെ നമ്മൾ നോക്കിക്കാണുന്നു ഈ ഒരു മണ്ഡലത്തെ? തീർച്ചയായും കഴക്കൂട്ടം മണ്ഡലം നമ്മളിപ്പോൾ BJPയുടെ ഒരു A ക്ലാസ് മണ്ഡലം എന്ന രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങളിൽ ഒന്നാണ്. അത് വെറുതെയുള്ള ഒരു പ്രതീക്ഷയല്ല, അത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയുള്ള പ്രതീക്ഷയാണ്. എന്നാൽ BJPയുടെ ഈ അപ്രമാദിത്വം അവസാനിപ്പിക്കുക, തങ്ങളുടെ പഴയകാല പ്രതാപം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇടത് വലത് മുന്നണികളും രംഗത്തുണ്ട്. അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ്. ഒരു ഈസി വാക്ക് ഓവർ ആയിരിക്കില്ല ആര് ജയിച്ചാലും. വളരെ ശക്തിയേറിയ മത്സരം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ് കഴക്കൂട്ടം മണ്ഡലം. അതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറെക്കാലം UDFന് അനുകൂലമായി നിന്ന ഒരു മണ്ഡലമാണ്. കോൺഗ്രസ്സിന് അനുകൂലമായി നിന്ന ഒരു മണ്ഡലമാണ്. കോൺഗ്രസ്സിന് ശക്തമായ വേരുകളുള്ള മണ്ഡലമാണ്. കോൺഗ്രസിൻ്റെ ഒരു കോട്ടയായിരുന്ന മണ്ഡലം കൂടിയാണ്. പക്ഷെ കാലക്രമേണ കോൺഗ്രസ് അതിൻ്റെ ഒരു അപ്രമാദിത്വം അത് കൈവിടുന്നു. അതെ, അവിടേക്ക് CPM കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ അപ്പോഴും CPIMൽ നിന്നും അത് പിടിച്ചെടുക്കാനുള്ള ഒരു ത്വര കോൺഗ്രസിനുണ്ടാകുന്നു. അങ്ങനെ ഒരു ഇടത് വലത് മുന്നണികളെ സമീപകാല ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇടത് വലത് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച ഒരു മണ്ഡലം കൂടിയാണ്, പരീക്ഷിച്ച് കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ്. അതായത് 91-ലെ തെരഞ്ഞെടുപ്പിലാണ് MV രാഘവൻ മത്സരിക്കുമ്പോഴാണ്, MV രാഘവൻ CPIMൽ തന്നെ നിന്ന് മത്സരിക്കുമ്പോഴാണ് ഈ കഴക്കൂട്ടം മണ്ഡലം LDFിലേക്ക് പോരുന്നത്, ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു മണ്ഡലമായി മാറുന്നത്. അതിനുശേഷം 96-ൽ MVRന് തൊട്ടു പിന്നാലെ കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്നു. അദ്ദേഹത്തിന് വളരെ കൃത്യമായ ഒരു വിജയം അവിടെ ഉണ്ടാകുന്നു. അതായത് LDFന് വേണ്ടി മണ്ഡലം നിലനിർത്താൻ കടകംപള്ളി സുരേന്ദ്രന് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഹോം ഗ്രൗണ്ട് എന്നൊക്കെ പറയാവുന്ന ഒരു മണ്ഡലം. എനിക്ക് തോന്നുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് കൂടിയാണെന്ന് തോന്നുന്നു. അതെ, ശക്തനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നിരയിലെ യുവത്വം ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. വളരെ ശക്തനായ നേതാവാണ്. ജനകീയ അടിത്തറ ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. ഹോം ഗ്രൗണ്ട് എന്നൊക്കെ പറയുന്നത് പോലെ കടകംപള്ളി സുരേന്ദ്രന് വളരെ അനുകൂലമായ ഒരു മണ്ഡലമായിരുന്നു 96-ൽ. പക്ഷേ 96-ൽ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ വിജയിച്ച കടകംപള്ളി സുരേന്ദ്രന് പിന്നീട് ആ മണ്ഡലം നിലനിർത്താൻ സാധിച്ചില്ല. അത് തീർച്ചയായും ഒരു MLA, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ദീർഘകാലം അദ്ദേഹത്തെ വേട്ടയാടിയ ഒരു സംഭവം കൂടിയാണ്. പിന്നീട് നടന്ന 3 തെരഞ്ഞെടുപ്പുകളിലും MA വാഹിദ് ആ മണ്ഡലം പിടിച്ചെടുക്കുന്ന വഹീദിൻ്റെ മണ്ഡലമായി മാറി. അതൊരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ, മുസ്ലിം വോട്ട് ബാങ്ക്, ഇങ്ങനെയൊക്കെയുള്ള ഒരു മണ്ഡലമായി മാറുന്നു. പിന്നീട് ആ മണ്ഡലത്തിൽ പല മാറ്റങ്ങളൊക്കെ ഇടക്കാലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അത് BJPക്ക് അനുകൂലമായി മാറുന്നത് ഈ 2016-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ V മുരളീധരൻ അവിടെ മത്സരത്തിനെത്തുമ്പോഴാണ്. നമുക്കറിയാം, ഈ V മുരളീധരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വരുന്ന ആ ഒരു ഘട്ടം മുതലാണ് BJPയുടെ വളർച്ചയ്ക്കൊരു വേഗത, രാഷ്ട്രീയ വളർച്ചയ്ക്കൊരു വേഗത കേരളത്തിൽ കൈവരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ V മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോഴാണ് BJP ഒരു രാഷ്ട്രീയ സ്വാധീനമുള്ള, അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ BJPക്ക് ഒരു വിജയ പ്രതീക്ഷ, പല ഘട്ടങ്ങളിലും BJP ലീഡ് ചെയ്യുന്നു എന്നൊരു തോന്നൽ അതൊക്കെ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. അതിന് തൊട്ട് മുമ്പ് 2011 നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് വേണ്ടി
അവിടെ മത്സരിച്ച JR പത്മകുമാറിന് ലഭിച്ചത് 7500 വോട്ടുകൾ മാത്രമായിരുന്നു. അവിടെ നിന്നും വി മുരളീധരൻ ഇതിൻ്റെ വോട്ടിംഗ് ശതമാനം, BJPയുടെ വോട്ടിംഗ് ശതമാനം 42,732 ഉയർത്തുന്നു. അതാണ് കഴക്കൂട്ടം മണ്ഡലത്തിൽ BJPയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ആ ഉയർത്തൽ വെറുതെ ഒരു ഉയർത്തലല്ല, അത് BJP ഇന്നോളം ആ വോട്ട് ബാങ്ക് ഏറെക്കുറെ വലിയ നഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ നിലനിർത്തിയിട്ടുണ്ട്. ആ ഒരു തെരഞ്ഞെടുപ്പിലാണ് CPIM-ൽ നിന്നും അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തു നിന്നും UDF പിന്നോട്ട് പോകുന്നത്. 3 ടേമായി 15 കൊല്ലം MLA ആയിരുന്ന MA വാഹിദിനെ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് BJP അവിടെ ഒരു രാഷ്ട്രീയ രംഗപ്രവേശം ചെയ്തത്. അതിലൊരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ഈ 2006 2 പതിറ്റാണ്ട് മുമ്പ് വരെ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ഒരു കാര്യമാണ്. ഈ 2 പതിറ്റാണ്ട് മുമ്പ് വരെ ഈ UDF-ന് അവിടെ വലിയ താങ്ങും തണലുമായി നിന്നത് PDP-യുടെ ഒരു വലിയ സപ്പോർട്ടുണ്ടായിരുന്നു. PDP-യുടെ ഒരു ആസ്ഥാനം തിരുവനന്തപുരത്തിൻ്റെ അവരുടെ ഒരു വലിയ കേന്ദ്രം തന്നെയായിരുന്നു ഈ കഴക്കൂട്ടം എന്ന് പറയുന്നത്. കൃത്യമായി ഞാൻ പറയാൻ കാര്യമുണ്ട്. ഈ കഴക്കൂട്ടത്ത് ആയിരുന്നു അബ്ദുൽ നാസർ മദനിക്ക് അദ്ദേഹത്തിന് അവിടെ ഒരു ഹൈഡൗട്ട് ഉണ്ടായിരുന്നു. 2006 ഞാൻ അദ്ദേഹത്തിൻ്റെ ഹൈഡൗട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഷൂട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അന്ന് വളരെ പ്രബലമായ ഒരു സ്വാധീനം ചെലുത്താൻ ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുതന്നെയാണ് അവിടെ ഈ UDF-ൻ്റെ വിജയത്തിന് ആ തുടർച്ചയായുള്ള വഹീദിൻ്റെ ഒരു 3 തവണയുള്ള ഒരു വിജയമുണ്ട്. ആ 3 തവണയിലും ഈ PDP ശക്തമായ ഒരു സ്വാധീനമായി മാറിയിരുന്നു. പക്ഷേ അതിനുശേഷം ഈ PDP ക്രമേണ ഇല്ലാതാകുന്നു, അബ്ദുൽ നാസർ മദനി അറസ്റ്റിലാകുന്നു, പിന്നീട് PDP ഇല്ലാതാകുന്നു. അതിനനുസരിച്ച് അവിടുത്തെ കോൺഗ്രസിൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. അതോടുകൂടിയാണ് BJPക്ക് അവിടെ കൃത്യമായ ഒരു വേരോട്ടം ഉണ്ടാകുന്നത്. പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്, ഇപ്പോഴും ഒരു മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കഴക്കൂട്ടം എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ് BJPക്ക് ഇത്ര ശക്തമായ ഒരു വേരോട്ടം ഉണ്ടാകുന്നത്? അതിൻ്റെ ഒരു അടിസ്ഥാന കാരണമാണ് ഞാൻ ഈ സൂചിപ്പിച്ചത്. മറ്റ് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്, ബാക്കി നമുക്ക് തുടർ ചർച്ചയിൽ നമുക്ക് അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. അതായത് കേരളത്തിൽ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ, അല്ലെങ്കിൽ ഇനി എങ്ങനെയായിരിക്കും മുസ്ലിം രാഷ്ട്രീയത്തിന് തിരിച്ചടി ഉണ്ടാകാൻ പോകുക എന്നതിൻ്റെ ഒരു സൂചന അത് 2016 തന്നെ കഴക്കൂട്ടം മണ്ഡലം നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ PDP-യുടെ ജനസ്വാധീനം, PDP അന്നൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയ ശക്തിയായിട്ടുമൊക്കെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ഉയർന്നു വന്നതാണ്. ഒരു പരിധിവരെ UDF-ന് അവിടുത്തെ മുസ്ലിം വോട്ടർമാർ പിന്തുണ നൽകിക്കൊണ്ട് UDF-നെ അല്ലെങ്കിൽ LDF-നെ ശക്തിപ്പെടുത്തി പോരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു മുസ്ലിം വോട്ട് ബാങ്കിനെ അവർ കൃത്യമായി തന്നെ തങ്ങളോടൊപ്പം നിർത്താനായി പല ഘട്ടങ്ങളിലായി ശ്രമിച്ചിരുന്നു. പക്ഷേ ഈ മുസ്ലിം വോട്ട് ബാങ്കിൽ തന്നെ ഉണ്ടായ ഒരു പരിവർത്തനം അതാണ് അവരെ ഛിന്ന ഭിന്നമാക്കിയത്. കാരണം PDP എന്ന രാഷ്ട്രീയ പാർട്ടി പിന്നീട് എങ്ങോട്ടാണ് പോയത്? അവർ പൂർണ്ണമായും തീവ്രവാദത്തിലേക്ക് പോയി. അവർ പൂർണ്ണമായും ഇത്തരത്തിൽ അന്യമതങ്ങളെ ഭീഷണിപ്പെടുത്തുക, അക്രമങ്ങൾ ഉണ്ടാക്കുക, കൃത്യമായ ഒരു മത തീവ്രവാദം സമൂഹത്തിൽ വളർത്താൻ ശ്രമിച്ചു. അതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ട് ബാങ്ക് തന്നെ ഛിന്ന ഭിന്നമായി പോകുന്നു. മുസ്ലിം വോട്ട് ബാങ്കിനോടൊപ്പം നിന്നിരുന്ന, അതായത് കേരളത്തിൻ്റെ ഒരു മതേതര സ്വഭാവമൊക്കെ പരിഗണിച്ച് നിന്നിരുന്ന ഇതര രാഷ്ട്രീയ പാർട്ടിയിലെ ഹിന്ദുക്കൾ കൃത്യമായി തന്നെ ഇവരുടെ അജണ്ട തിരിച്ചറിയാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹിന്ദു കൺസോളിഡേഷൻ ഇപ്പുറത്തുണ്ടാകുന്നത്. അതാണ് BJPയുടെ വളർച്ചയ്ക്ക് കാരണമെന്ന് നമുക്ക് നിസ്സംശയം. അല്ല, അത് തന്നെയാണ് കുമാര അടുത്ത ഒരു പ്രധാന ചർച്ചാ വിഷയം. കാര്യം ഈ ഹിന്ദു കൺസോളിഡേഷൻ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെ അവിടെ LDF സ്ഥാനാർത്ഥിയായി കൊണ്ട് നിർത്തുന്നത് എന്നുള്ളതാണ്. കാര്യം നമുക്കറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വലിയ രീതിയിൽ അത് കോടതിയുടെ നിരീക്ഷണത്തിൽ വരുന്നു, വലിയ രീതിയിൽ അന്വേഷണം നടക്കുന്നു, SIT അതിൻ്റെ അന്വേഷണത്തിൻ്റെ പാരമ്യതയിലെത്തുന്നു. എന്നിട്ടും കടകംപള്ളിയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ, കടകംപള്ളിയുടെ പുറത്ത് തൊടിയിക്കാതെ SITയുടെ കൈകളിൽ നിന്ന് രക്ഷിച്ചെടുത്തുകൊണ്ട് LDF വീണ്ടും കടകംപള്ളിയെ കൊണ്ട് അതേ മണ്ഡലത്തിൽ നിർത്തിയിരിക്കുകയാണ്. ഇക്കുറി ഈ ഒരു പ്രശ്നം, ഈ ശബരിമല കൊള്ള എന്നുള്ള ഒരു പ്രശ്നം മാത്രം കടകംപള്ളിയെ എത്രത്തോളം വേട്ടയാടും? അല്ല, അത് ഒരു പരിധിവരെ ഇതിനകത്ത് 2 പെർസെപ്ഷൻ ഉണ്ടാകും, 2 കാരണങ്ങൾ ഉണ്ടാകാം. ഒരെണ്ണം പരസ്യമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത്, മറ്റൊരെണ്ണം അതീവ രഹസ്യമായ അന്തർധാര ആയിരിക്കാം, നമുക്കറിയില്ല എന്താണെന്ന്. പക്ഷേ അവിടെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന പ്രാദേശികമായി CPM-നെ സംബന്ധിച്ചിടത്തോളം ശക്തനായ ഒരു നേതാവാണ്. അദ്ദേഹം 1996 വിജയിച്ച് പിന്നീട് മണ്ഡലം കൈവിട്ടെങ്കിലും 2016 തെരഞ്ഞെടുപ്പിലും 2021 തെരഞ്ഞെടുപ്പിലും അദ്ദേഹം അതിശക്തനായി തന്നെ ആ മണ്ഡലം നിലനിർത്തി. നോക്കൂ, ഈ 2021 തെരഞ്ഞെടുപ്പ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പാണ്. കടകംപള്ളി സുരേന്ദ്രൻ നേടിയത് 63,690 വോട്ടുകളാണ്. ശോഭാ സുരേന്ദ്രനാണ് 2021 അവിടെ മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ നമുക്കറിയാമല്ലോ, ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളറാണ്, BJPയിലെ ഒരു ക്രൗഡ് പുള്ളറാണ്. ഏത് മണ്ഡലത്തിൽ നിന്നാലും മത്സരിപ്പിച്ചാലും വോട്ട് ഉയർത്താൻ ശേഷിയുള്ള ഒരു നേതാവാണ്. ആ നേതാവിന് പോലും 2016 BJPയുടെ വോട്ടിംഗ് ശതമാനം നിലനിർത്താൻ സാധിച്ചില്ല.
2% വോട്ട് താഴേക്ക് പോയി. 42,732 വോട്ടുകൾ വി മുരളീധരൻ കഴക്കൂട്ടത്തിൽ 2016 പിടിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന് പിടിക്കാൻ കഴിഞ്ഞത് 40,193 വോട്ട് മാത്രമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യത്യാസം, അതായത് LDFന് അവിടെ 23,000-ലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. അപ്പോൾ ഈ കണക്കുകളായിരിക്കാം ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ മതി എന്ന് CPIM-ന് തീരുമാനിക്കാനുള്ള സാഹചര്യം. മറ്റെന്തെങ്കിലും കാരണമുണ്ട് എങ്കിൽ അത് തീർച്ചയായും അതീവ രഹസ്യമായ അന്തർധാരകളായിരിക്കാം. കാരണം ഈ സ്വർണ്ണക്കൊള്ള കേസിൽ CPIM-ന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ആ നേതാവിനെ SIT ചോദ്യം ചെയ്തിട്ടില്ല, ചോദ്യം ചെയ്തിട്ടില്ല എന്നല്ല, കസ്റ്റഡിയിലായിട്ടില്ല. ഇപ്പോൾ ചോദ്യം ചെയ്തു എന്ന് പറയപ്പെടുന്നു. അതെ, പത്മകുമാറിനെയൊക്കെ ട്രീറ്റ് ചെയ്തതുപോലെ, അല്ലെങ്കിൽ പത്മകുമാർ ജയിലിൽ കിടക്കുന്നു, ആ രീതിയിലേക്കൊന്നും കടകംപള്ളി സുരേന്ദ്രൻ പോയിട്ടില്ല. അപ്പോൾ ആ സാഹചര്യം ശ്രദ്ധ പോലും മാറ്റിവെച്ചുകൊണ്ട് തിരിച്ചുകൊണ്ടാണ് അന്ന് കടകംപള്ളിയെ ചോദ്യം ചെയ്തത്. അതെ, അപ്പോൾ അങ്ങനെയുള്ള കടകംപള്ളി സുരേന്ദ്രൻ എന്ന നേതാവിനെ ഈ ഒരു കാരണം പറഞ്ഞ് മാറ്റി നിർത്തിയാൽ അത് ആത്മഹത്യാപരമായിരിക്കും എന്നായിരിക്കാം. അല്ലെങ്കിൽ അദ്ദേഹം അതിന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാവില്ല. കാരണം 23,000-ൽ പരം വോട്ട് നേടി BJP-യോട് എതിരിട്ട് മണ്ഡലം നിലനിർത്തിയ തനിക്ക് ഇത്തവണ സീറ്റ് തന്നില്ല എന്നൊരു പ്രസ്താവന ഒരു പക്ഷേ CPIM-ന്, ഇപ്പോൾ തന്നെ G. സുധാകരൻ അടക്കം CPIM-നെ വല്ലാത്ത രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. CPM തിരുവനന്തപുരം ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം അവരൊരു യാതൊരുവിധ റിസ്ക്കും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. എല്ലാ സിറ്റിംഗ് MLA-മാർക്കും സീറ്റ് കൊടുക്കുകയാണ്. കാരണം അവർ അതിനകത്തൊരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല. കാരണം ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ, ഇപ്പോൾ കൊല്ലം ജില്ലയിലൊക്കെ വളരെ പ്രകടമായ രീതിയിൽ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം പാർട്ടിക്കകത്തുണ്ട്. അപ്പം ഇത്തരം ചർച്ചകളിലേക്കൊന്നും CPM തൊടുന്നില്ല. കാരണം തെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് നടക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ കൈവച്ച് പ്രശ്നങ്ങൾ സങ്കീർണമാക്കണ്ട എന്ന ഒരു രീതിയിലായിരിക്കണം ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല, പറയുന്ന MLA-മാരെല്ലാം ഇപ്പോൾ 2 ടേം മത്സരിച്ച് കഴിഞ്ഞാൽ മാറി നിൽക്കണമെന്ന പാർട്ടിയിലെ വ്യവസ്ഥ, അത് പിണറായി വിജയന് ഇളവ് കൊടുത്തത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനും CK ഹരീന്ദ്രനും ആൻസലനും അടക്കമുള്ളവർക്ക് ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിരൂക്ഷമായ പ്രശ്നങ്ങളായിരിക്കണം, പാർട്ടിയിലെ പ്രശ്നങ്ങളായിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വി മുരളീധരൻ, അതായത് 42,732 എന്ന റെക്കോർഡ് വോട്ട് കൈക്കലാക്കിയ വി മുരളീധരൻ വീണ്ടും BJP-ക്ക് വേണ്ടി മത്സരത്തിന് ഇറങ്ങുന്നു എന്നുള്ളതാണ് കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഒരു പരിധിവരെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു ശക്തി പ്രകടനവുമായിട്ട് തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കഴക്കൂട്ടം മണ്ഡലത്തിലെ വാർഡുകൾ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടമാണ് BJP-ക്ക് പല വാർഡുകളിലും ഉണ്ടായിരിക്കുന്നത്. അത് BJP പോലും പ്രതീക്ഷിക്കാത്ത വാർഡുകളിലാണ് BJP-ക്ക് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ അരക്കിട്ട് ഉറപ്പിച്ചുള്ള ഒരു പ്രവർത്തനം കൃത്യമായ രീതിയിൽ വളരെയധികം പ്ലാൻഡായിട്ട് മുന്നോട്ട് പോയതിൻ്റെ ഒരു ഫലമാണ് അത്. ആ ഭാഗത്തെ NDA പ്രവർത്തകരുടെ ഒരു വിജയമാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ സമവാക്യങ്ങൾ അല്പസ്വല്പം മാറിയേക്കാം. ഈ പറഞ്ഞതുപോലെ നിയമസഭാ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ഇതിനൊരു ചെറിയ സ്വഭാവ മാറ്റം ഉണ്ടാകാം. എങ്കിലും BJP ഒട്ടും പ്രതീക്ഷ വിടുന്നില്ല. BJP-യുടെ പ്രതീക്ഷിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ കഴക്കൂട്ടം എന്നുള്ളതാണ് ഇതിലെ ഹൈലൈറ്റ്. UDF-ന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ശരത്ചന്ദ്ര പ്രസാദാണ് UDF കാൻഡിഡേറ്റായിട്ട് അവിടെ എത്തിയിരിക്കുന്നത്. പഴയ ഒരു പ്രബലമായ ശക്തിയൊന്നും ശരത്ചന്ദ്ര പ്രസാദിന് ഇല്ലെങ്കിൽ കൂടി നമുക്ക് അദ്ദേഹത്തെ അത്ര വില കുറച്ച് കണ്ടുകൂടാ. കാര്യം ഒരു കാലത്തെ കോൺഗ്രസിൻ്റെ ശക്തനായ ഒരു നേതാവ് തന്നെയായിരുന്നു ശരത്ചന്ദ്ര പ്രസാദ്. ഈ പറയുന്ന മുരളീധരനോടും കടകംപള്ളി സുരേന്ദ്രനോടും മത്സരിക്കാൻ തക്കവണ്ണമുള്ള ഒരു സീനിയോറിറ്റി അദ്ദേഹത്തിന് എന്തായാലും ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കണക്കിലെടുക്കുമ്പോൾ UDF പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുമോ എന്നൊരു ആശങ്ക പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് കുമാർജി? തീർച്ചയായും UDF-ന് കഴക്കൂട്ടം മണ്ഡലത്തിൽ വലിയ ഗ്രിപ്പില്ല. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ ലാൽ മത്സരിച്ചതോടുകൂടിയാണ്, ആ ലാൽ മത്സരിച്ചതാണ് CPIM-ന് ഇത്രയധികം വോട്ട് ഉയരാനുള്ള കാരണം. വ്യക്തിപ്രഭാവം പോലും പ്രതിഫലിക്കാതെ പോയി എന്നുള്ളത്. ആ വോട്ടുകളെല്ലാം LDF-ന് പോയി. UDF-ന്റെ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ വോട്ടുകൾ നേരെ LDF-ലേക്ക് മറിച്ചു. അതുകൊണ്ടാണ് ഈ 63,000 എന്ന റെക്കോർഡ് ഉയരുന്നത്. കാരണം ശോഭാ സുരേന്ദ്രൻ അപ്പുറത്തുള്ളത് കൊണ്ട് തന്നെ ഇവർ വലിയൊരു വോട്ട് വർധനവ് അവർ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് അതിനപ്പുറത്തേക്ക് പോവുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇരു മുന്നണികളും ജോലി ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ആ രീതിയിൽ തന്നെ ഇത്തവണയും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് BJP-യെ ഭയപ്പെടുത്തുന്നത്. കാരണം ശരത്ചന്ദ്ര പ്രസാദ് തീർച്ചയായും കോൺഗ്രസിൽ വലിയ സീനിയോറിറ്റിയുള്ള നേതാവാണ്. പക്ഷേ ഈ സമീപകാല ആധുനിക രാഷ്ട്രീയ രംഗത്ത്, കാരണം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം ആകെ മാറി. ആ
ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ സജീവമല്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ശരത്ചന്ദ്ര പ്രസാദ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. വി മുരളീധരനും ആ മണ്ഡലം കേന്ദ്രീകരിച്ച് വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല ആ പ്രവർത്തനത്തിൽ തെളിവും കിട്ടി. കാരണം ഇന്ന് തിരുവനന്തപുരം നഗരസഭ BJP ഭരിക്കുന്നുണ്ട് എങ്കിൽ ആ മണ്ഡലത്തിൽ നടന്ന ചില ക്രിയാത്മകമായ പരിവർത്തനങ്ങൾ, കാരണം നേമം നിയോജക മണ്ഡലത്തിലെ ഉൾപ്പെടുന്ന വാർഡുകളിലാണ് BJPയുടെ കൗൺസിലർമാരുണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് വളർന്നത് കൊണ്ടാണ് BJPക്ക് നഗരസഭ പിടിച്ചെടുക്കാൻ സാധിക്കുന്നത്. അത് ഈ കഴക്കൂട്ടം മണ്ഡലത്തിലുണ്ടായ മാറ്റം തന്നെയാണ്. ഏറ്റവും ഒടുവിലായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിച്ചാലും BJPയും CPIMും തമ്മിൽ ഏതാണ്ട് 1000-1500 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കവർ ചെയ്യുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. ഈ ഒരു BJP തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് BJPയെ കുറച്ചുകൂടി തള്ളി പുറകിലോട്ടാക്കുക എന്നതാണ് LDFന്റെ ലക്ഷ്യം. അതിന് UDF കൈകൊടുക്കുമോ എന്നതാണ് ഏറ്റവും ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൽ നിർണായകമാകുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. കാര്യം നമ്മൾ ഇതിൻ്റെ തുടക്കം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഒരു IT ഹബ്ബ് എന്നുള്ള രീതിയിലാണ് കഴക്കൂട്ടം മണ്ഡലത്തെ ഇന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടത്ത് ഇന്ന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും വന്ന് താമസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർ പലരുടെയും വോട്ട് ഇങ്ങോട്ടാക്കി കഴിഞ്ഞു. കാര്യം അവരിവിടെ വന്ന് സ്ഥലം വാങ്ങി വീട് വെച്ചവരുണ്ട്, ഇവിടെ ഫ്ലാറ്റുകൾ മേടിച്ച് താമസിക്കുന്നവരുണ്ട്, വില്ലകൾ വെച്ച് താമസിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലിയിലുള്ള എല്ലാവരും അവരുടെ ഹസ്ബൻഡും വൈഫിൻ്റെയൊക്കെ വോട്ട് പലതും ഇവരുടെ മണ്ഡലത്തിലേക്ക് തന്നെ മാറ്റിയിട്ടുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ പല ജില്ലകളിൽ നിന്ന് വന്ന് താമസിക്കുന്നവർ ഇവിടെ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിന്നൊക്കെ കൂടിയിട്ടുണ്ട്. ഇവർ എങ്ങനെയാണ് ഇവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ എന്നുള്ള കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു തെരഞ്ഞെടുപ്പിന് ഈ ഒരു കാര്യം വലിയൊരു ഘടകമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴക്കൂട്ടത്ത്. തീർച്ചയായും അതൊരു അർബൻ വോട്ടിംഗ് പാറ്റേൺ ആയിരിക്കും. കാരണം കഴക്കൂട്ടത്താണ് ഒരു ആദ്യമായി ഇന്ത്യയിലെ അവിടെ ആദ്യമായിട്ടാണ് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരു IT മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് കഴക്കൂട്ടത്താണ്. പക്ഷേ ആ മൂവ്മെൻറ്റ് ഒരു എന്താണ് അതിനകത്തൊരു കൃത്യമായി അതിനകത്തൊരു അസറ്റ് ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ആ ഒന്നാം സ്ഥാനം നിലനിർത്താൻ കഴക്കൂട്ടത്തിന് സാധിച്ചിട്ടില്ല, കേരളത്തിന് സാധിച്ചിട്ടില്ല. കേരളം ആ കാര്യത്തിൽ പിന്നോട്ട് പോവുകയും കർണാടകയും തെലങ്കാനയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ രംഗത്ത് മുന്നോട്ട് പോവുകയും ചെയ്തു. ഇതിൻ്റെ കൃത്യമായ ഏറ്റക്കുറച്ചിലുകൾ അറിയാവുന്ന ഒരു ജനവിഭാഗമാണ് ആ ഇൻഡസ്ട്രിയിൽ പണിയെടുക്കുന്നവർ. അതുകൊണ്ട് തന്നെ അവർക്ക് കഴക്കൂട്ടം മണ്ഡലത്തിൽ വോട്ടുണ്ട് എങ്കിൽ തീർച്ചയായും വികസനത്തിന് അഭിമുഖമായിട്ടുള്ള അല്ലെങ്കിൽ ഈ പരമ്പരാഗതമായുള്ള കക്ഷി രാഷ്ട്രീയം, ജാതി മതഭേദം ഇതൊക്കെ വിട്ടുകൊണ്ട് അന്ധമായ രാഷ്ട്രീയ വിരോധം ഇതൊക്കെ അവസാനിപ്പിച്ച് വികസനം ആര് ചർച്ചയാക്കുന്നുവോ വികസനത്തിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ഒരു കൂട്ടം ജനവിഭാഗവും അവിടെ ഉണ്ട്. ഈ പറയുന്നത് പോലെ തിരുവനന്തപുരത്തിൻ്റെ ഹൈടെക് കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ മണ്ഡലത്തിലാണ്. ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത് ഈ മണ്ഡലത്തിലാണ്. പുതിയ ഫ്ലൈ ഓവർ വരുന്നു, NH66ൻ്റെ ഭാഗമായിട്ടുള്ള അത്തരത്തിലുള്ള വികസനങ്ങൾ. ഈ പറഞ്ഞതുപോലെ നമ്മൾ എറണാകുളത്ത് ഒരു കാലത്ത് കാണുന്ന ഫ്ലാറ്റ് സമുച്ചയങ്ങളുടെ ഒരു നിര അതിപ്പോൾ ഈ കഴക്കൂട്ടം മണ്ഡലത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരു 5 വർഷം കഴിയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ എറണാകുളത്ത് ചെല്ലുന്ന അതേ ഒരു പ്രതീതി തന്നെയായിരിക്കും ഈ മണ്ഡലത്തിലേക്ക് എത്തുമ്പോഴും. അപ്പോൾ ഇവിടെ ആരാ MLA ആകുന്നു എന്നുള്ളതല്ല, ആ MLA ആകുന്ന വ്യക്തി ഈ ഒരു വികസന പാറ്റേണിൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ടെമ്പോയിൽ വർക്ക് ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരാളായിരിക്കണം എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും അതിനകത്ത് പ്രബലന്മാരായ സ്ഥാനാർത്ഥികൾ ആര് എന്നൊരു വിഷയം അത് തീർച്ചയായിട്ടും വരും. കടകംപള്ളി സുരേന്ദ്രൻ ആണെങ്കിലും അദ്ദേഹം മുൻ മന്ത്രിയാണ്. അദ്ദേഹം ദീർഘകാലം അവിടെ പ്രവർത്തിച്ച് പരിചയമുള്ള കേന്ദ്രമന്ത്രിയായിരുന്നു. വി മുരളീധരൻ കേന്ദ്രമന്ത്രിയാണ്. BJP ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വികസന രാഷ്ട്രീയമൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഈ പറയുന്ന അർബൻ പോപ്പുലേഷൻ അപ്പുറത്തേക്കും കഴക്കൂട്ടം മണ്ഡലത്തിൽ ഒരു വലിയ വിഭാഗം വോട്ടർമാരുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരത്ചന്ദ്ര പ്രസാദിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു ക്യാമിയോ റോളാണെന്ന് പറയേണ്ടി വരും. അതാണ് BJPയെ ഭയപ്പെടുത്തുന്നതും അതാണ്. കാരണം അവിടെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ BJP എന്നെന്നും അവരുടെ ഒരു മുൻതൂക്കമുള്ള മണ്ഡലങ്ങളിൽ LDFും UDFും ഒത്തു കളിക്കുന്നു എന്നൊരു ആരോപണം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അത് ദുർബലരായ സ്ഥാനാർത്ഥി അത് ഏത് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നാലും അത് ദുർബലരായ സ്ഥാനാർത്ഥി അവരെ ഒരുപക്ഷെ ഭയപ്പെടുത്തുന്നുണ്ടാവും. പക്ഷേ ക്രോസ് വോട്ടിങ്ങിനെ വെല്ലുന്ന തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ BJP അവകാശപ്പെടുന്നത്. കാരണം പഴയതുപോലെ അല്ല, ഏതെങ്കിലും രീതിയിൽ മുന്നോട്ട് വരിക എന്നുള്ളതല്ല, വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ അവർ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളതാണ് അവരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു സവിശേഷത കഴക്കൂട്ടം മണ്ഡലത്തിൽ പ്രത്യേകിച്ചും. കാരണം കഴിഞ്ഞ വി മുരളീധരൻ ആറ്റിങ്ങലിൽ മത്സരിക്കുമ്പോൾ അവിടെ ബൂത്ത് തലം മുതൽ ഉണ്ടായ പ്രവർത്തന ശൈലി, അവിടെ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം, അതെല്ലാം വലിയ രീതിയിൽ വി മുരളീധരൻ കാട്ടാക്കട മണ്ഡലത്തിലൊക്കെ വലിയ മുന്നേറ്റം
അന്ന് നടത്തിയിരുന്നു. അപ്പം ആ രീതിയിലുള്ള അതേ രീതിയിലുള്ള ഇപ്പോൾ ഈ കഴിഞ്ഞ ബീഹാറിലും അതുപോലെ തന്നെ ഹരിയാനയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്ന അതേ മാതൃകയിൽ BJP കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു മോണിറ്ററിങ്ങോടുകൂടി അവിടെ വലിയ രീതിയിലുള്ള അടിസ്ഥാന പ്രവർത്തനം നടക്കുന്നുണ്ട്. അതുമാത്രമല്ല കുമാർജി, മഹാരാഷ്ട്രയിലൊക്കെയുള്ള കേന്ദ്രങ്ങളിൽ പോയി ഇലക്ഷൻ നിയന്ത്രിച്ച് പരിചയമുള്ള ഒരാൾ കൂടിയാണ് വി മുരളീധരൻ. അതെ, അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില ഈ പറഞ്ഞ രീതിയിലുള്ള വികസന പന്ഥാവിൽ അല്ലെങ്കിൽ വികസനമുഖമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം എങ്ങനെയെന്നൊന്നും ഇനി അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. തീർച്ചയായും അദ്ദേഹം ആ വടക്കേ ഇന്ത്യൻ ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ ഏതാണ്ട് വലിയ പ്രവൃത്തി പരിചയം കിട്ടിയ ആളാണ്. മഹാരാഷ്ട്രയിൽ വലിയ വിജയം നേടുമ്പോൾ അതിൻ്റെ പിന്നിലെ ശില്പികളിൽ ഒരാൾ അദ്ദേഹമായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ നിശബ്ദനായി അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. അതൊരു സൈലൻ്റ് വർക്കാണ്. കാരണം കഴക്കൂട്ടത്ത് അത്രമാത്രം പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്നായാലും അത്രമാത്രം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വി മുരളീധരൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അത് വളരെ കൃത്യമായ സംഘടനാ യന്ത്രം, അത് എണ്ണയിട്ട യന്ത്രത്തെ പോലെ ചലിക്കുന്നുണ്ട് സംഘടന എന്ന് BJP അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെ വോട്ടായി മാറുമോ എന്ന് നമുക്ക് മെയ് 4-ന് അറിയാം. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.